മാന്നാനം എക്ലോഗ് തിയേറ്ററിൻ്റെ യാത്രാ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിശുദ്ധ കുര്യാക്കോസ് എലിയാസ് ചാവറ പിതാവിനോട് ഒപ്പമാണ്. വിശുദ്ധ ചാവറ പിതാവിന് കിട്ടിയ വലിയൊരു അനുഗ്രഹത്തോടു കൂടി നമ്മളും സന്തോഷിക്കുക എന്ന് പറയുമ്പോൾ 1844 ഫെബ്രുവരി 16 ചാവറേച്ചന് ഫ്രാൻസിസ് സേവ്യർ മെത്രാൻ ഒരു അധികാര പത്രം നൽകുകയാണ്. ആ അധികാരപത്രം ഇന്നും മാന്നാനം ആർക്കൈവ്സിൽ സൂക്ഷിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. സുറിയാനി സഭയിലെ സർവ വൈദികരുടെയും ഒരു മേലധ്യക്ഷനായിട്ട് ചാവറേച്ചൻ ആക്കപ്പെടുകയാണ്. പട്ടം സ്വീകരിക്കാനുള്ള അർത്ഥികളെ അവരുടെ ഒരു പരീക്ഷകൻ ആയിരുന്നു. അതുമാത്രമല്ല, കുമ്പസാരവും പ്രസംഗവും ഒക്കെ പട്ടക്കാർക്ക് അനുമതി കൊടുക്കേണ്ടതും വിശുദ്ധ കുര്യാക്കോസ് എലിയാസ് ചാവറ പിതാവിനാണ്. 1846 ചാവറേച്ചൻ്റെ കൂടെ വളരെയധികം അച്ഛന്മാരെ ശുശ്രൂഷകരായി തീരാനുള്ള അച്ഛന്മാർക്ക് വേണ്ടി സെമിനാരികളിലും മറ്റുമായിട്ട് പ്രവർത്തിച്ചിരുന്ന പോരൂക്കര അച്ഛൻ്റെ മരണത്തോടുകൂടി ചാവറേച്ചന് ഈ അധികാരം മുഴുവൻ ചാവറേച്ചനിലൂടെ നിർവഹിക്കപ്പെടുകയാണ്. അതാണ് നമ്മൾ ചരിത്രം നമുക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുന്നത്. അങ്ങനെയാണ്. അതായത് ചാവറേച്ചൻ സുറിയാനി സഭയുടെ ഒരു മെത്രാനാണോ? മെത്രാനാണെങ്കിലാണ്, അതിൻ്റെ അധികാരിയാണെങ്കിലാണ് സർവവും ചാവറേച്ചനിൽ ഏൽപ്പിക്കപ്പെട്ട ഒരു അധികാരപത്രമായി. ആജീവനാന്ത കാലം ചാവറേച്ചൻ അത് നിർവഹിക്കുകയും ചെയ്തു. പലയിടങ്ങളിലായിട്ട്, മാന്നാനത്തും കൂനമാവിലും ചാവറേച്ചൻ സ്ഥാപിച്ച ആശ്രമങ്ങളിലുമൊക്കെയായിട്ട് അത് സജീവമായിട്ട് ഒരു പ്രവർത്തന രംഗമായിരുന്നു. നമുക്ക് കാണാൻ സാധിക്കുന്നത് കേരള സഭയുടെ മുന്നോട്ടുള്ള പോക്കില് അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് മാന്നാനം ആശ്രമത്തോടനുബന്ധിച്ച് ഉണ്ടാക്കിയ സെമിനാരിയെ കൊണ്ട് സാധിക്കില്ല എന്ന് ചാവറേച്ചൻ മനസ്സിലാക്കി. അത്രയധികം ചാവറേച്ചൻ്റെ കാലത്ത് ദൈവ ശുശ്രൂഷയില് വ്യത്യസ്തമായിട്ടുള്ള ചിന്തകളും വ്യത്യസ്തമായിട്ടുള്ള പദ്ധതികളുമൊക്കെ ആവിഷ്കരിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ വ്യത്യസ്തമായ നിലപാടുകളുള്ള വൈദികരെ സൃഷ്ടിക്കപ്പെടണം. അതിന് ഈ സെമിനാരികളിലൂടെ മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് വിശുദ്ധ കുര്യാക്കോസ് എലിയാസ് അച്ഛൻ വരാപ്പുഴയുടെ കൽപ്പന പ്രകാരം, വരാപ്പുഴയായിരുന്നു അധികാര കേന്ദ്രം. സുറിയാനി സഭയുടെയും ലത്തീൻ സഭയുടെയും അങ്ങനെ കേരള കത്തോലിക്ക സഭയുടെ മുഴുവനുമായിട്ടുള്ള അന്നത്തെ കേന്ദ്രമെന്ന് പറയുന്നത് വരാപ്പുഴയാണ്. അപ്പോൾ ഈ വരാപ്പുഴയുടെ കൽപ്പന പ്രകാരം ചാവറയച്ചൻ വാഴക്കുളത്ത് 1866 വാഴക്കുളം ആശ്രമത്തോടുകൂടി അദ്ദേഹം സെമിനാരി സ്ഥാപിക്കുകയാണ്. 1868 എൽത്തുരുത്തിൽ അദ്ദേഹം സെമിനാരി സ്ഥാപിച്ചു.
1872 പുളിങ്കുന്നിൽ സെമിനാരികൾ സ്ഥാപിച്ചു. ഇത് മേലധ്യക്ഷന്മാരുടെ വളരെയധികം സംപ്രീതിക്ക് പാത്രമായിട്ടുള്ള ഒരു വിഷയമാണ്. കാര്യം അവർ പറഞ്ഞാൽ കേൾക്കുന്ന അച്ഛന്മാരെ അവരാഗ്രഹിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അതുകൊണ്ട് ആ രീതിയിൽ അച്ഛന്മാരെ സൃഷ്ടിച്ചെടുക്കാൻ ഈ സെമിനാരികൾക്കെല്ലാം സാധിച്ചു എന്നുള്ളതാണ്. ഈ അച്ചടക്കമുള്ള സെമിനാരികളുടെ സാധിച്ചു എന്നുള്ളതാണ് ആ കാലഘട്ടത്തിൽ CMI സഭ ചെയ്ത വലിയൊരു സേവനമാണ്. ചാവറയച്ചൻ്റെ നേതൃത്വത്തിൽ നടത്തിയ വലിയൊരു സേവനം. പിന്നീട് നമ്മുടെ ഈ സെമിനാരികൾ നിർത്തുകയും തുടങ്ങുകയും ആരംഭിക്കുകയൊക്കെ ചെയ്ത ഒരു ചരിത്രങ്ങൾ ഈ സെമിനാരി ചരിത്രത്തിൽ, കേരള സെമിനാരി ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സുറിയാനിക്കാരുടെയും ലത്തീൻകാരുടെയും ഒക്കെ. പിന്നീട് 1866 പുത്തൻപള്ളിയിൽ പിന്നെയും സെമിനാരി തുടങ്ങുകയും അതാണ് ഈ സെമിനാരിയുടെ ഈ കാലഘട്ട ചരിത്രം എന്ന് പറയുന്നത്. അതാണ്. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് കടക്കാം. 19ാമത്തെ എപ്പിസോഡാണ്. 19ാമത്തെ എപ്പിസോഡിൽ നമ്മൾ അച്ചുകൂടത്തെക്കുറിച്ചാണ്, മുദ്രണാലയം, അതിനെക്കുറിച്ചാണ് ചിന്തിക്കുക. നമ്മൾ ഈ കാലഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ, ഈ വർഷങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ചാവറയച്ചൻ ഒരേ സമയത്ത് തന്നെ ഒത്തിരി പണികൾ ചെയ്ത ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആശ്രമസ്ഥാപനത്തിൽ ശ്രദ്ധ ചെലുത്തിയപ്പോൾ തന്നെ അദ്ദേഹം സെമിനാരിയിൽ ശ്രദ്ധ ചെലുത്തിയ വ്യക്തിയാണ്. സെമിനാരിക്ക് വേണ്ടി പണിയെടുത്തപ്പോൾ തന്നെ അച്ചുകൂടത്തിന് വേണ്ടി പണിയെടുത്ത വ്യക്തി കൂടിയാണ്. നമുക്ക് സാധാരണ മനുഷ്യർക്ക് സാധിക്കാത്ത ഒരു വർക്കഹോളിക് ഒരു പ്രവർത്തന ശൈലി ചാവറയച്ചനിൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് 19ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കാം.